Hi, hello, namaste. എൻ്റെ പേര് നിഷ കലമാനി. ഞാനൊരു സൈക്കോളജിസ്റ്റാണ്, ഒരു HR പ്രൊഫഷണൽ കൂടിയാണ്. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഒരു ചെറിയൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ചാനൽ എന്തിനാണുള്ളത്, വാട്ട് ഈസ് ദ ഉദ്ദേശം ബിഹൈൻഡ് ദ ചാനൽ എന്നുള്ളത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ ആസ്ക് സൈക്ക് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ടു എഡ്യൂക്കേറ്റ്, ഇല്ലെങ്കിൽ ആൾക്കാർക്ക് സൈക്കോളജി ഇല്ലെങ്കിൽ മന ആരോഗ്യം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു തരണം. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളെ മനസ്സിലാക്കിപ്പിച്ച് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ആഗ്രഹം ഉണ്ടാകുമ്പം ഞാൻ ഒറ്റയ്ക്ക് ഒരു പേജിലിരുന്നോ ഇല്ലെങ്കിൽ ഒരു ക്ലിനിക്ക് വെച്ചിട്ടോ സംസാരിച്ചോ എല്ലാവരോടും സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴാണ് നമ്മൾ 48 ഫ്രെയിംസ് കമ്പനി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഒപ്പം ക്ലബ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ജേർണി തുടങ്ങുന്നത്. സോ ഈ ചാനലിൻ്റെ ഉദ്ദേശം മെയിൻലി നിങ്ങൾ ബ്ലോഗ്സും ഫൺ വീഡിയോസൊക്കെ കാണുമായിരിക്കും. അത് നമ്മുടെ ലൈഫിലൊരു പാർട്ട് ആൻഡ് പാർസലാണ്. നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും ഞാൻ ആരാണെന്നോ എന്തൊക്കെയാണ് ചെയ്യുന്നതൊക്കെ ആഗ്രഹം ഉണ്ടെന്നൊക്കെ നിങ്ങൾ തന്നെ എഴുതിയതാണ്. അതുകൊണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ബട്ട് അതർ ദൻ ദാറ്റ് പ്രൈമറിലി മെയിൻലി എൻ്റെ ഉദ്ദേശം, നമ്മുടെ ടീമിൻ്റെ ഉദ്ദേശം ഒന്ന് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു മാനസിക നില ഇല്ലെങ്കിൽ ഒരു മാനസിക ആരോഗ്യം, മനാരോഗ്യത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എല്ലാവരും മനസ്സിലാക്കണം. നമ്മളതിനെ പറഞ്ഞ് ഒരു സൈഡിലോട്ട് ഒതുക്കിയ ഒരു കാര്യമാണ്. എങ്ങനെ നമ്മുടെ ഒരു ബോഡിയിൽ ഇമ്പോർട്ടൻസ് ആണോ ഇല്ലെങ്കിൽ ഹെൽത്തി ആയിരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ മാനസിക നിലയും നന്നായിട്ട് ഹെൽത്തി ആയി തന്നെ ഇരിക്കണം. സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു മിഷനാണ്, ഒരു ജേർണിയാണ്. എന്താ പറയുക, ഇതൊരു നീണ്ട ഒരു യാത്രയാണ് നിങ്ങളുടെ ഒപ്പം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് ഒരുമിച്ച് സംസാരിച്ച് എല്ലാം ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 1 വർഷം ആവാറായി. സോ ഈ 1 വർഷത്തിൻ്റെ അകത്ത് ചെറിയൊരു ഫാമിലിയാണ്, നമ്മളൊരു 1000 ഓട് ആൾക്കാരേ ഉള്ളൂ. സോ ഈ 1000 ഓട് ആൾക്കാരാകുമ്പോൾ തന്നെ എല്ലാവരും ഓരോ ചാനൽസ് എന്ന് വെച്ചാൽ ഓരോ രീതിയിലാണ് നമ്മളെ മെസ്സേജ് ചെയ്യും, നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കുന്നത്. ആരെ കോൺടാക്റ്റ് ചെയ്താൽ ഇപ്പോൾ എനിക്ക് മെസ്സേജസ് വരുന്നുണ്ട്, മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് നമ്മൾ അത്രയല്ല ആൾക്കാരുള്ളൂ. ഇപ്പോൾ ആൾക്കാർ കൂടുന്ന ഒരു വിശ്വാസമാണ്, കൂടുന്നോളം നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റണമല്ലോ. നിങ്ങളെല്ലാവരുമായിട്ട് എനിക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമ്മളൊരു വെബ്സൈറ്റ്, ഒരു ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലിടാം. നമ്മൾ കൗൺസിലിംഗ് സർവീസസ് കൊടുക്കുന്നുണ്ട്, സൈക്കോ തെറപ്പി, പിന്നെ യോഗ, പിന്നെ മെൻ്റൽ വെൽബീയിങ് പ്രോഗ്രാംസ്, വർക്ക്ഷോപ്സ്, അവെയർനെസ് പ്രോഗ്രാംസ് എല്ലാം നടത്തും. നമ്മുടെ ഒരു ടീം തന്നെയുണ്ട്. നമ്മുടെ ടീമിൽ യോഗ തെറപ്പിസ്റ്റ് ഉണ്ട്, യോഗ ട്രെയിനേഴ്സ് ഉണ്ട്, സൈക്കോളജിസ്റ്റ് ഉണ്ട്, സൈക്യാട്രിസ്റ്റ് ഉണ്ട്, ആങ്സൈറ്റി കോച്ചസ് ഉണ്ട്, എന്താ പറയുക, കോച്ചസ് ഉണ്ട്, ഹു ആർ ബിഹേവിയറൽ കോച്ചസ് ഉണ്ട്, സൈക്കോമെട്രീഷ്യൻസ് ഉണ്ട്. നമ്മളെല്ലാവരും ഒരു ടീമാണ്. സോ നിങ്ങൾക്ക് ഏതെങ്കിലും സർവീസസ് അത്യാവശ്യമാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ അത് ബുക്ക് ചെയ്യുന്നതാണ്. സോ ഡെഫിനറ്റ്ലി ചാർജസ് ആർ ആപ്ലിക്കേബിൾ. നമ്മളൊരു ജോലിയും കൂടിയാണ്, ഒരു മിനിമം ചാർജ് അതിൽ ആപ്ലിക്കേബിൾ ആയിരിക്കും. നിങ്ങൾക്ക് അതൊക്കെ നോക്കി സർവീസസ് അത്യാവശ്യം ഉണ്ടെങ്കിൽ അതിൽ ത്രൂ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത്. എന്ന് വെച്ചാൽ നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. സോ അത് ത്രൂ നിങ്ങൾക്ക് നമ്മുടെ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ അത് കൂടെ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിട്ട് നമുക്ക് രണ്ടുപേർക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാം, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ സർവീസസ് അത്യാവശ്യമാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ വന്ന് ചെയ്യുകയാണെങ്കിൽ അത് ഒരുപാട് ഉപകാരപ്പെടും. പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട്, ഞാൻ സംസാരിക്കും നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ മലയാളം ഇപ്പം മച്ച് ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ ഈ യാത്രയിൽ കൂടെ തന്നെ ഉണ്ടാവും. ആൾക്കാർ കൂടിയാലും നമ്മൾ എത്ര നമ്പേഴ്സ് ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഈ ഒരു യാത്ര മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളെല്ലാവർക്കും സപ്പോർട്ട് ചെയ്യണമെന്നും കൂടിയുണ്ട്. സോ കീപ്പ് ഇൻ ടച്ച്, ഡു കീപ് സപ്പോർട്ടിങ് അസ്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ മുന്നോട്ടും കൂടി സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഹായ്, ഹലോ, നമസ്തേ. വെൽക്കം ടു 48 ഫ്രെയിംസ് മലയാളം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കല്ല, ഒരു സ്റ്റോറിയാണ്. എന്നോടൊരു 4 to 5 or I think almost ഒരു 10 ആൾക്കാരെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും, വൈ ഡിഡ് യു ചൂസ് ദിസ് പ്രൊഫഷൻ, എന്തുകൊണ്ടാണ് ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ആവാൻ തീരുമാനിച്ചത്. അതല്ലാണ്ട് ഒരു കുട്ടി, നോട്ട് ഒന്ന്, ഐ തിങ്ക് അറൗണ്ട് 3 to 4 കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ആവുക, ഒരു സൈക്കോളജിസ്റ്റ് ആവുക, അതൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ചു ഇത് രണ്ടിനെയും ക്ലബ് ചെയ്തിട്ട് ഐ ടെൽ യു അബൌട്ട് മൈ ജേർണി, ആസ് ഇൻ എന്തുകൊണ്ടാണ് ഞാൻ സൈക്കോളജി ചൂസ് ചെയ്തത്. എൻ്റെ ലൈഫിൽ ചില ഇൻസ്റ്റൻസസ് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയി
this is how I reached my profession. So let me take you back to the story. എങ്ങനെയാണ് ഇതൊക്കെ തുടങ്ങിയത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. So like every other upper middle class family, അവരുടെ ഒരു ഷോ ഓഫ് ഫാക്ടർ എന്ന് പറയുന്ന അവളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾസ് ആയിരിക്കും. സോ അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയിലും എൻ്റെ എഡ്യൂക്കേഷനും ഞാൻ പഠിക്കുന്ന സ്കൂളും ഏറ്റവും നല്ലതായിരിക്കണം ഇൻ ദാറ്റ് വിസിനിറ്റി എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ദേ പുട്ട് മീ ഇൻ ടു മൈ സ്കൂൾ. ഇപ്പം ഞാൻ പ്രത്യേകം പറയാം, ഐ എം നോട്ട് ഗോയിങ് ടു മെൻഷൻ എനി സ്കൂൾ കോളേജസ് നെയിം ബിക്കോസ് I don't think I need to tell that, and it is not time to share all that. Maybe one day I will reveal all that. ഇപ്പം അതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. സോ വൺ ഓഫ് ദി ബെസ്റ്റ് സ്കൂൾസിലാണ് ഞാൻ എന്നെ എൻറോൾ ചെയ്തത്. അപ്പം എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. ഗുഡ് വിത്ത് സ്പോർട്സ്, ഗുഡ് വിത്ത് ആർട്ട്, ബിക്കോസ് നിങ്ങൾക്കറിയാലോ എൻ്റെ ഫാമിലിയിൽ ഓൾ ഓഫ് ദെം ആർ ആർട്ടിസ്റ്റ് ആൻഡ് സിംഗേഴ്സ് ആൻഡ് ഡാൻസേഴ്സ്. സോ ഐ വാസ് ഗുഡ് വിത്ത് ആർട്ട് as well. പിന്നെ എലോക്യൂഷൻ, ഇംഗ്ലീഷ്, poems competition, poetry, all that. I was good with writing, I was good with art, I was good with sports, I was good academically as well. Another proud feeling aanallo. So it was only till 4th grade where matramane ee so called academic എക്സലൻസ് എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ടായിരുന്ന ഒരു ലൈഫ് ഫോർ മീ 4th grade വരെ മാത്രമാണ്. അപ്പോഴാണ് 5th പോയപ്പോഴാണ് വി ഹാവ് ലോട്ട് ഓഫ് സെക്ഷൻസ് കമ്മിങ്, റൈറ്റ്? ഒരു ബുക്ക് തന്നെ വി വിൽ ഹാവ് സോഷ്യൽ സയൻസിൽ 3 different divisions, സയൻസിൽ 3 different divisions, മാത്തമാറ്റിക്സിൽ 3 different divisions. സോ ഇതെല്ലാം വരുന്ന സമയത്ത് ഞാനൊരു റെസിഡൻഷ്യൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഐ വാസ് സ്റ്റേയിങ് ഇൻ ദ സ്കൂൾ ആൻഡ് സ്റ്റഡിങ്. സോ ആ സമയത്ത് മാത്സിലാണ് quarterly exam, first time I fail. So ഇങ്ങനെ ഫെയിൽ ആകുമ്പം പേരൻസിനെ വിളിക്കും, PTA മീറ്റിംഗ്. സോ ആ സമയം വരെ യു ആർ നോട്ട് ഗെറ്റിംഗ് ടു സീ യുവർ പേരൻസ് എവറി ഡേ. പക്ഷേ ഇതിന് വേണ്ടി അവർ വരണം. സോ വെൻ ദി കം, നമ്മുടെ ഒരു മിക്സ്ഡ് ഇമോഷനാണ്. യു ഫീൽ ഗിൽറ്റി, യു ഫീൽ സാഡ്, യു ഫീൽ ആംഗ്രി, യു ഫീൽ വർത്ത്ലെസ്. സോ ഞാൻ ഒരുപാട് ട്രിക്സ് യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഒന്ന് പുറത്തു വരാൻ വേണ്ടി. വെരി 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 ബാഡ് ടെക്നീക്സ്. ബാഡ് എന്നല്ല, അതൊരു ചൈൽഡ്ഹുഡിൻ്റെ ഒരു പാർട്ടാണ്. അതൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഹൗ ക്യാൻ ഐ skip from this parent teachers meeting? പക്ഷേ അത് somehow it happened. അപ്പോഴാണ് sitting face to face with my parents, especially at that point of time എൻ്റെ ഒരു ലൈഫ് ജേർണിയിൽ most of the important decisions and എല്ലാം ചെയ്തിരിക്കുന്നത്, not decisions, crucial moments attend cheyidirikkuna is my father. So he was the one who explained to me, telling that failure velya sambhavam alla, you don't have to worry. There are a lot of people who have failed and they have become scientists, and I don't know how many stories he told me just to say, okay, don't worry, just go ahead, it's okay if you fail. So idu kettappam it was hurting me very badly, because അടുത്ത എക്സാം ആകുമ്പോഴത്തേക്ക് I will suddenly fall ill, especially mathematics exams വരുമ്പോഴത്തേക്ക്. Even if it is like normal test, നമ്മുടെ ക്ലാസ് ടെസ്റ്റ് പോലത്തെ ടെസ്റ്റ് ഉണ്ടാവുണ്ടെങ്കിലും ഐ സഡൻലി ഫെയിൻറ്റ്, ഇല്ലെങ്കിൽ എനിക്ക് തലവേദനയാണെന്ന് പറയും, വയറുവേദനയാണെന്ന് പറയും, ഒരുപാട് റീസൺസ് പറയും. ഐ വിൽ ട്രൈ ടു എസ്കേപ്പ് ഫ്രം ഇറ്റ്. ദാറ്റ്സ് വെൻ ഐ വാസ് ടേക്കൺ ടു ദ കൗൺസിലർ, ആൻഡ് ദ സ്കൂൾ കൗൺസിലർ ആക്ച്വലി ഡിറ്റക്റ്റഡ് ദാറ്റ് ഐ ഹാഡ് സംതിങ് കോൾഡ് ഡിസ്കാൽക്കുലിയ. ഇന്ന് അതിനെ യൂസ് ചെയ്യാറില്ല. ഇതൊക്കെ അതിൻ്റെയൊക്കെ ന്യൂ നെയിമാണ് ലേണിംഗ് ഡിസബിലിറ്റി, സ്ലോ ലേണേഴ്സ് എന്ന് പറയും. ഇപ്പം ഐ ഹാഡ് ദിസ് ഇഷ്യൂ പെർട്ടിക്കുലർലി വിത്ത് നമ്പേഴ്സ്. സോ ഈ നമ്പേഴ്സിന് എനിക്ക് അഡിഷൻ സബ്ട്രാക്ഷൻ വരെ എങ്ങനെയൊക്കെയോ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ബട്ട് ആഫ്റ്റർ സർട്ടൺ ലെവൽ അതിൻ്റെ ഒരു ലോജിക്കൽ റീസണിങ്ങോ അതിന് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി എനിക്കില്ല. ഐ കൻ നോട്ട് ഡീൽ വിത്ത് ടു മച്ച് ഓഫ് നമ്പേഴ്സ്. അപ്പോൾ അങ്ങനെ അത് ഡിറ്റക്ട് ചെയ്ത ഉടനെ ദേ കോൾഡ് ആൻഡ് ദേ എക്സ്പ്ലെയിൻ ദിസ് ടു ദ പേരൻസ് ആൻഡ് ദേ സെഡ്, നോക്കൂ, ഇതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. വാട്ട് വിൽ ഹാപ്പൻ ഇസ് ഷീ വിൽ നോട്ട് ബി സ്കോറിംഗ് ഗുഡ് മാർക്സ് ഇൻ മാത്തമാറ്റിക്സ്, ബട്ട് ഷീ ഈസ് ഡൂയിങ് വെൽ വിത്ത് അതർ ഏരിയാസ് ഇൻ ദ സബ്ജക്ട്. സോ അന്ന് എനിക്ക് തുടങ്ങിയ ഒരു ഇൻട്രസ്റ്റ് ആണ്. ഹൗ ഡിഡ് ഷീ know that I have a serious problem and my failure has a reason? അപ്പം ആ ചെറിയൊരു സ്പാർക്ക് ആ ഒരു 5th standardൽ വന്നിട്ടുണ്ടായിരുന്നു. സോ അതല്ലാതെ വാട്ട് ഹാപ്പൻഡ് അറ്റ് ദാറ്റ് ടൈം വാസ്, ഈ മാത്തമാറ്റിക്സ് ഇനി നന്നായി പഠിക്കില്ല എന്ന് പറഞ്ഞാൽ ബിഗ് ക്രൈം. ബിക്കോസ് ഈ സോ കോൾഡ് ആ സമയത്ത് എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞാൽ, മൈ ഗുഡ്നെസ്, ഇറ്റ് വാസ് ലൈക്ക് സംതിങ്, എന്താ പറയുക, ദ മോസ്റ്റ് എലീറ്റ് പീപ്പിൾ ആർ എഞ്ചിനീയേഴ്സ് എന്നുള്ള ഒരു തിങ്കിങ് ആയിരുന്നു ഞാനൊക്കെ ഒരു 5th പഠിക്കുന്ന സമയത്ത്. സോ എല്ലാവരും ഭയങ്കര സങ്കടത്തിലായിരുന്നു. ഷീ കൻ നോട്ട് ബി ആൻ എഞ്ചിനീയർ, എന്താ ചെയ്യുക ഇപ്പോൾ എന്നുള്ളൊരു ടെൻഷൻ. അതല്ലാണ്ട് ദേ വിൽ കണക്റ്റഡ് ടു എഞ്ചിനീയറിംഗ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇവൾ ആര് കല്യാണം കഴിക്കും? ദാറ്റ് ഇസ് ദ കൈൻഡ് ഓഫ് ഡിസ്കഷൻ that happened with a long distant relatives, long distant cousins
whoever are not connected to me today in my life were the ones who put in so much of tension into my family, saying that maths are illegal in the cheyum. This was a big question. But you know, extra lessons, tuitions, and ഒരുപാട് effort എടുത്ത് somehow I cleared my 10th grade without any backlogs and things. I cleared it on dot 40. I guess I scored obviously the least in mathematics, which was just 40 or 39 or 40, I don't remember, somewhere around that. പിന്നെയാണ് നമ്മുടെ മേജർ ഡിസിഷൻ വരുന്നത്, വാട്ട് ഡു യു വാണ്ട് ടു സ്റ്റഡി. സോ അറ്റ് ദാറ്റ് ഏജ് 10th പഠിക്കുന്ന സമയത്ത്, ആ സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു എക്സ്പോഷർ, ലൈക്ക് വി ഡിഡ്ന്റ് ഹാവ് വാട്സാപ്പ് ആൻഡ് സ്മാർട്ട് ഫോൺസ് ആൻഡ് ഗൂഗ്ലിംഗ് ആൻഡ് ഓൾ ദാറ്റ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. അപ്പോൾ പിന്നെ ഇറ്റ് വാസ് ലൈക്ക് ഷാറ്റേർഡ്. നോബഡി വോണ്ട്സ് ടു ഹെൽപ്പ് എ പേഴ്സൺ ഹൂ സ്കോർഡ് ലെസ് ഇൻ മാത്തമാറ്റിക്സ്. എന്ത് പറയാനാ, മേ ബി ഷി ക്യാൻ ഗോ ഫോർ സം സെക്രട്ടറിയൽ കോഴ്സ് വെയർ ദേ വിൽ ടീച്ച് യു ഹൗ ടു മാനേജ് ഫയൽസ്, അങ്ങനെയൊക്കെ എല്ലാവരും പറയും. വേറെ മാർക്സ് അവർ കൺസിഡർ ചെയ്യുകയില്ല. സോ ഐ സെഡ് മേ ബി ഐ ഷുഡ് തിങ്ക് അബൌട്ട് ടേക്കിംഗ് സംതിങ് റിലേറ്റഡ് ടു ഇംഗ്ലീഷ് എടുക്കാം. ഇംഗ്ലീഷ് ഐ വാസ് ഗുഡ് വിത്ത് റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. അപ്പോൾ അങ്ങനെ എടുത്താലോ എന്ന് പറഞ്ഞു. പിന്നെ സ്റ്റിൽ ദേ വാണ്ടഡ് ടു കണക്ട് സംതിങ് എൽസ്, മേ ബി ഫിസിയോളജി അങ്ങനെ പഠിച്ച് വേറെ എന്തെങ്കിലും ടീച്ചിങ് ലൈനിൽ പോകാനോ അങ്ങനെ. സോ ആ ഒരു കോമ്പിനേഷൻ എടുക്കുമ്പം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഫിസിയോളജി, സൈക്കോളജി, അങ്ങനെ ആ ഇതൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു കോമ്പിനേഷൻ വാസ് നോട്ട് അവൈലബിൾ, നോട്ട് ഈസിലി അവൈലബിൾ. നമ്മൾ വി വെൻറ്റ് ഓൺ സെർച്ചിങ് ഫോർ ഇറ്റ് എവറിവെയർ വെയർ യു had subjects that touched upon these areas. So അങ്ങനെയാണ് ഞാൻ 12th സൈക്കോളജിയും ഇംഗ്ലീഷും സോഷ്യൽ സൈക്കോളജിയും ഫിസിയോളജിയും എല്ലാം പഠിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. സോ ദാറ്റ്സ് ഹൗ 11th and 12th വെൻറ്റ്. അപ്പോഴേ ഞാൻ സൈക്കോളജി ആണ് എനിക്ക് മുന്നോട്ട് പഠിക്കേണ്ടതെന്നുള്ള ഡിസിഷൻ ഒന്നും എടുത്തിട്ടില്ല. ബിക്കോസ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം ഐ വാസ് തിങ്കിങ് മേ ബി ഐ വിൽ ബിക്കം എ റൈറ്റർ. ഞാൻ ബുക്സ് ഒക്കെ എഴുതാം, നോവൽസ് എഴുതാം, ബിക്കോസ് ഐ റൈറ്റ് വെൽ. അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഫാമിലിൻ്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളാണെന്ന് പറഞ്ഞാൽ, സി ദേ വെർ ഓക്കെ വിത്ത് മീ ബീയിങ് എ റൈറ്റർ, ബട്ട് ഈ so-called long distance close cousins and aunts who interfere. Writer, why should she have a degree to have a writer? Everybody writes. Writer no, there is no value. അപ്പം there is this cliche dialogue, നമ്മൾ എഞ്ചിനീയറിംഗ് എടുത്തില്ലെങ്കിൽ വേറെ എല്ലാം is bullshit, okay? And doctors is for people who can spend crores of rupees, right? The crores of rupees adilidanaangil pinne kalyanatine evidana kaashu. So that is how the whole psyche was when I was growing. I think it is the same even now. Appam anganeyanu one of them suggested, one of my professors suggested that, you know, അവൾ സൈക്കോളജി എടുക്കട്ടെ. ഐ തിങ്ക് ഷീ ഹാസ് ദാറ്റ് ഇൻ ഹർ. വെൻ എവർ ഷീ ഡസ് സംതിങ്, യു നോ, ഷീ ഹാസ് ദ ക്വാളിറ്റീസ് ദാറ്റ് ഈസ് റിക്വയർഡ് ടു ബി എ സൈക്കോളജിസ്റ്റ്. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, വാട്ട് ആർ ദ ക്വാളിറ്റീസ് ദാറ്റ് യു നീഡ് ടു ബി എ സൈക്കോളജിസ്റ്റ്? അത് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്യാം. ലൈക്ക് ഇഫ് യു ആർ തിങ്കിങ് ടു ബിക്കം എ സൈക്കോളജിസ്റ്റ്, എന്തൊക്കെയാണ് എൻ്റെ മാം എൻ്റെ ഇതിൽ കണ്ടത്, അതുപോലെ നിങ്ങളുടെ ഇതിലുണ്ടോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. സോ വൺ ഈസ്, നിങ്ങൾ ഇൻക്വിസിറ്റീവ്നെസ് ഉണ്ടാവണം. നിങ്ങൾക്ക് എല്ലാത്തിനെയും വൈ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാവണം. അതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തോട്ട് കയറി പോകാനുള്ള ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഒരു ട്രേറ്റ് നിങ്ങളുടെ അകത്തുണ്ടാവണം. സെക്കൻഡ് വൺ ഈസ്, നിങ്ങൾ ഒരുപാട് സീക്രറ്റീവ്, ഇല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞ സീക്രറ്റ്സ് നിങ്ങളായിട്ട് തന്നെ വെക്കാനുള്ള ഒരു കേപ്പബിലിറ്റി വേണം. യു ഷുഡ് ബി വെരി വെരി കെയർഫുൾ ഇൻ നോട്ട് ഷെയറിങ് വാട്ട് പേഷ്യൻ്റ് ഓർ എ ക്ലയൻറ്റ് ഓർ anyone says. നിങ്ങൾ സീക്രറ്റീവ് ആയിട്ട് ഇരിക്കണം, ആരോടും പറയാതെ നിങ്ങൾക്ക് പ്രോബ്ലംസ് നിങ്ങളുടെ അടുത്ത് തന്നെ വെക്കാനുള്ള ഒരു കേപ്പബിലിറ്റി വേണം. തേർഡ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വിൽ ബി, യു ഷുഡ് ബി എത്തിക്കൽ. സോ നമ്മൾ തെറ്റായിട്ടൊന്നും ചെയ്യാൻ പാടില്ല. യു ആർ നോട്ട് സപ്പോസ് ടു ഗോസിപ്പ് അബൌട്ട് ദ പേഴ്സൺ ഹൂ ഈസ് വിത്ത് ഹൂം യു ആർ ഇൻവോൾവ്ഡ് പ്രൊഫഷണലി. സോ അത് ആവശ്യമില്ല. ബട്ട് ആക്ച്വലി ദ മെയിൻ പോയിന്റ്, ദ ഫസ്റ്റ് പോയിന്റ് ഇസ് യു ഷുഡ് ബി എ ഗുഡ് ലിസ്ണർ. നിങ്ങൾ ഒരാൾ പറയുമ്പം അത് കേട്ടുകൊണ്ടിരിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി നിങ്ങൾക്ക് വേണം. ചില സമയത്തൊക്കെ ഉണ്ടല്ലോ, ഇപ്പോഴും ഇൻ മൈ കരിയർ ആൾക്കാരെ വിളിച്ചിട്ട് മണിക്കൂറുകളോളം സംസാരിക്കും. സംടൈംസ് ഇറ്റ് ഈസ് 1 o'clock at night, 2 o'clock at night. ഞാൻ ഇരുന്നത് കേൾക്കാറുണ്ട്. ബിക്കോസ് ദാറ്റ് ഈസ് ദ ക്വാളിറ്റി ഓഫ് എ സൈക്കോളജിസ്റ്റ് ഓർ എ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ഓർ എ കോച്ച്, മെൻ്റൽ ഹെൽത്ത് കോച്ച്. നമ്മളിതൊക്കെ എന്താ പറയുക,
ലിസൺ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി വേണം. യു ഷുഡ് ബി എംപത്തറ്റിക്കൽ. നിങ്ങൾക്ക് അവരനുഭവിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കേപ്പബിലിറ്റി വേണം. അവരെന്താണ് ഗോ ത്രൂ ചെയ്യുന്നത് അതുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റണം. ഇമോഷണൽ ബോണ്ടിങ് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. ഇമോഷണൽ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ നോട്ട് ത്രൂ ഔട്ട്. യു ഷുഡ് ബി ഏബിൾ ടു connect to them so that they open up to you in a really well way. You should be a people's person in connecting to them individually. Okay, so adallande there is one more very important factor, that is whenever you are dealing with them, you should be able to draw a line, as in എത്രയൊക്കെ നിങ്ങൾ ക്ലോസ് ആണെങ്കിലും എൻഡ് ഓഫ് ദ ഡേ അത് നിങ്ങളുടെ ഒരു ജോലിയാണ്, ഇത് നിങ്ങളുടെ ഒരു പേഴ്സണൽ ലൈഫാണെന്നില്ല ഒരു ലൈൻ ഡ്രോ ചെയ്യാനുള്ള, ലൈൻ ഡ്രോ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നിങ്ങൾക്ക് വേണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ചില സമയത്ത് 10-12 ആൾക്കാരോട് ഫോണിൽ അവരുടെ പ്രശ്നമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓരോ ആൾക്കാരുടെ പ്രശ്നങ്ങളും ഇറ്റ്സ് ലൈക്ക് worse than the other. ഒരുപാട് problematic situations ആണ് ഞാൻ ദിവസം കേൾക്കുന്നത്. സോ മേ ബി ബൈ 1 o'clock or 2 o'clock ഞാൻ ഉറങ്ങാൻ പോവുമായിരിക്കും. ബിക്കോസ് അത്രയും സമയം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഉറങ്ങുന്ന നേരത്ത് ഇഫ് ഐ എം നോട്ട് ഏബിൾ ടു കട്ട് ഓഫ് എൻ്റെ പ്രൊഫഷൻ ഫ്രം പേഴ്സണൽ ലൈഫ്, ഐ വിൽ കംപ്ലീറ്റ്ലി go insane. എനിക്ക് എൻ്റെ സ്ട്രെസ് ലെവൽ ഒരുപാട് കൂടും. എനിക്ക് എന്നെ തന്നെ കെയർ ചെയ്യാൻ പറ്റില്ല. ഐ വിൽ fall into a problem, right? So ഈ ട്രേഡ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ I was very grateful because ഇതൊക്കെയാണ് എൻ്റെ ഒരു what do I say, that is me. ഞാൻ അങ്ങനെയാണ്. I am a good listener, I am emotional, I am empathetic, I know to draw line and have my own space. പിന്നെ I think I am very ethical. I keep the secrets if it is very secretive and you need to keep. എനിക്ക് എൻ്റെ സീക്രറ്റ്സ് വെക്കാൻ പറ്റില്ലെങ്കിൽ വേറെ ആൾക്കാരുടെ സീക്രറ്റ്സ് are definitely safe with me. So അതൊക്കെ ക്വാളിറ്റീസ് എൻ്റെ ഇതിൽ കാണുന്ന കൊണ്ടും അവർ സജസ്റ്റ് ചെയ്തതുകൊണ്ടും I went for it. ശരി, ഞാനത് എടുക്കാൻ വിചാരിച്ചു. പക്ഷേ അപ്പോഴും എനിക്കൊരു പ്രശ്നം പറ്റി. ഗ്രാജുവേഷനിൽ നമ്മൾക്ക് ആ ഒരു കോമ്പിനേഷൻ എടുക്കാൻ വേണ്ടി the combination was very weird. Either you had to take mathematics or you had to take statistics or you had to take computer science. അപ്പോഴാണ് ഞാൻ psychology and computer science-നെ ചൂസ് ചെയ്യുന്നത്. Little did I know that computer science also had a lot of codes and numbers and all that. അതും അട്ടർ ഫ്ലോപ്പ് ആണെന്ന് പറയാം ആ ഒരു സബ്ജക്റ്റ്. അതിൻ്റെ ക്രിയേറ്റീവ് പാർട്ട് ഓഫ് ഇറ്റ്, നോ ലൈക്ക് ഇഫ് ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് ടു ഡെവലപ്പ് കോണ്ടന്റ് ഓർ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ഡൺ വെൽ. പക്ഷേ ഇതൊക്കെ പ്രോഗ്രാമിംഗ് ആയിരുന്നു. സി ലാംഗ്വേജും സി ഹാഷ് C++ അതൊക്കെ ആയിരുന്നു. ഐ റിയലി ഡോണ്ട് നോ ഹൗ ഐ ക്ലിയർഡ് ഇറ്റ് ബിക്കോസ് കമ്പ്യൂട്ടേഴ്സ് വാസ് എ നൈറ്റ് മെയർ ഇൻ ഇറ്റ് സെൽഫ്. ബട്ട് എനിക്ക് സൈക്കോളജി ആയിട്ടും അതിൻ്റെ പ്രാക്ടിക്കൽ സെഷൻസും ആയിട്ടും അതിലുള്ള വേറെ വെൻ യു ടോക്ക് അബൌട്ട് നമ്മുടെ DSM-നെ കുറിച്ച്, DSM is a diagnostic statistic manual. അതിലാണ് നമ്മുടെ ഡിഫറെൻറ്റ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ICD-10 ഉണ്ട്, ഇത് നോട്ട് 10 ICD ഉണ്ട്. സോ വി ഹാവ് these two manuals that we refer. So അങ്ങനെ അതൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഡിഫറെൻറ്റ് ഡിസോർഡേഴ്സിനെ കുറിച്ച് പഠിക്കാനും വാട്ട് ആർ ദ ഇഷ്യൂസ് ദാറ്റ് യു ഫേസ് ഫിസിയോളജിക്കലി മെൻ്റലി വെൻ സംതിങ് ഹാപ്പൻസ്, ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് വൈ ഐ ഗ്രാജുവേഷനിൽ ഞാൻ സൈക്കോളജി ചൂസ് ചെയ്തിട്ട് അത് ഫിനിഷ് ചെയ്തതിന് ശേഷം ഐ വാസ് വെരി ഷുവർ ദാറ്റ് മാസ്റ്റേഴ്സിൽ സൈക്കോളജി തന്നെ ആയിരിക്കും ഞാൻ എടുക്കാൻ പോണത്. ബിക്കോസ് ഐ ഹാഡ് എ ക്ലാരിറ്റി ബൈ ദ ടൈം. ഡെഫിനറ്റ്ലി ഐ കാൺ ഡു എനിത്തിങ് വിത്ത് കമ്പ്യൂട്ടർ സയൻസ്. സോ ഞാൻ എന്ത് തന്നെ ആയാലും ഞാൻ സൈക്കോളജി ആയിരുന്നു ചൂസ് ചെയ്തത്. സോ ഐ ടുക്ക് അപ്പ് വെൻ ഐ വാസ് ഡൂയിങ് മൈ MSc ഇൻ സൈക്കോളജി. അപ്പോഴാണ് ഐ ഗോട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് സപ്പോർട്ട് ആൻഡ് എൻകറേജ്മെൻറ്റ്. അവിടെ ഞാൻ വീണ്ടും ആ ഒരു ഞാൻ പറഞ്ഞില്ലേ 4th സ്റ്റാൻഡേർഡ് വരെ എങ്ങനെയായിരുന്നു ഞാൻ അക്കാഡമിക്കലി, അതുപോലെ തന്നെ ഞാൻ റിട്ടേൺ ചെയ്തത് അപ്പോഴാണ്. ബിക്കോസ് ത്രൂ ഔട്ട് യുവർ ലേണിംഗ് സൈക്കോളജി അല്ലേ. സോ യു ഹാവ് ആക്സസ് ടു ലൈബ്രറി ദാറ്റ് ഹാസ് ബുക്സ് ഫിൽഡ് വിത്ത് സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ആൻഡ് ദെൻ നിറയെ റിസർച്ച് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. വെൻ യു ഡു യുവർ മാസ്റ്റേഴ്സ് നോ, ദാറ്റ്സ് വെൻ യു ഗെറ്റ് ഇൻ ടു എ ഡിഫറെൻറ്റ് വേൾഡ് ഓൾ ടുഗെദർ. അത് ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പിനേക്കാളും ഒരു ഗൈഡ് ആൻഡ് സ്റ്റുഡൻറ്റ്, ഒരു മെൻറ്റർ ആൻഡ് സ്റ്റുഡൻറ്റ് എന്നുള്ള ഒരു റിലേഷൻഷിപ്പിലോട്ട് അത് മാറും. അപ്പം യു ക്യാൻ പിക്ക് ആൻഡ് ചൂസ് വാട്ട് യു വോണ്ട് ടു ഡു. അപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ചൂസ് ചെയ്തത്
My research was on rehabilitation of bar dancers and people who were getting into, how we can. My research area was related to bar dancers and sex workers. I don't know, and one of the first research. Adu kayinja session I moved on to drug addiction in teens. Idokke ellam, like, eventually I was one of the best paper presenter, for that batch, so way back in 2010-11. ആ സമയത്താണ് ഞാൻ ഇതൊക്കെ പഠിച്ചു കഴിയുന്നത്. After that, നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവും. Where do you want to get into? I really wanted to get into organizational setup because എനിക്കൊരു IT ഓർഗനൈസേഷൻ്റെ അകത്ത് കയറിയിട്ട് ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, സൈക്കോമെട്രിക് അസസ്മെൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെയാണ് ഞാൻ ഈ HR ഫീൽഡുമായിട്ട് കണക്റ്റ് ആവുന്നത്. ബിക്കോസ് നിറയെ തിയറീസ് ഉണ്ട് വിച്ച് വി ക്യാൻ അപ്ലൈ ഫോർ പെർഫോമൻസ്, വിച്ച് വി ക്യാൻ അപ്ലൈ ഫോർ ഒരു എന്തെങ്കിലും ഇഷ്യൂ വന്ന സൈക്കോളജിക്കൽ തിയറീസ്, പേഴ്സണാലിറ്റി തിയറീസ് ആയിക്കോട്ടെ, സോഷ്യൽ തിയറീസ് ആയിക്കോട്ടെ, നമുക്കിതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ബിക്കോസ് ദർ ആർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ് ഹു കം ആൻഡ് വർക്ക് ഇൻ എൻ ഓർഗനൈസേഷൻ. അങ്ങനെയായിരുന്നു ഞാൻ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ബട്ട് simultaneously ഞാൻ പ്രൈവറ്റ് ആയിട്ട് I was taking classes, I was getting into coaching, I was counseling, so classes എടുക്കാൻ പോവായിരുന്നു. So ഇതൊക്കെ ഞാൻ ചെയ്യണ്ടായിരുന്നു. This is how I chose my career. This is how I decided to be a psychologist. ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുമ്പം I have trained more than 2,000 students and I have conducted more than 250 workshops related to mental health and psychology and well-being, and I have people who are connected to me from across the southern part of India. ഞാൻ കന്നഡ, തുളു, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ലാംഗ്വേജസിൽ ഞാൻ കൗൺസിലിങ്ങും ക്ലാസ്സസും എല്ലാം ചെയ്യുന്നുണ്ട്. സോ if you have plans, this is a wonderful field. And ഇപ്പം നിങ്ങൾ കുട്ടികളൊക്കെ ഇപ്പം 12th ആണെങ്കിൽ this is the right time to choose this field, because ഇപ്പോഴാണ് മെൻ്റൽ ഹെൽത്തിന് ആ വാല്യൂ വരുന്നത്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അപ്പോഴാണ് അത് ബൂം ചെയ്യാൻ തുടങ്ങിയത്. മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ആൾക്കാർ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകാനും ക്ലിനീഷ്യൻസിൻ്റെ അടുത്ത് പോകാനും ഇതെന്താണ് പ്രശ്നം എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് വന്നത് ആ ടൈമിലാണ്. 2011-12 ഇത് ഒരു ബൂമായിട്ട് വരാൻ തുടങ്ങിയത്. ഇറ്റ് വാസ് ബ്ലൂമിങ്, ഇറ്റ് വാസ് നോട്ട് ബൂമിങ്. ഇപ്പോഴാണ് ഇറ്റ്സ് ഇൻ എ ബൂമിങ് സ്റ്റേജ്. സോ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട there are variety of options where you can apply what you learn. നിങ്ങളുടെ സൈക്കോളജി കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ ജോലികൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് I will do a separate session on this. So ഞാൻ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തത് നിങ്ങൾക്ക് അറിഞ്ഞാലോ. I chose it because എൻ്റെ സ്കിൽസ് ഇതാണ്, എൻ്റെ സെറ്റ് ഓഫ് ട്രേറ്റ് ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്രൊഫഷനാണെന്ന് എനിക്കറിയാമായിരുന്നു. എനിക്ക് പീപ്പിളിനെ ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് എൻ്റെ സമയം കൊടുക്കാൻ ഞാൻ റെഡിയാണ്. I know I can help people and be happy end of the day. So ഇതായിരുന്നു എൻ്റെ ഇത്. പക്ഷേ ഒരു കാര്യം കൂടി അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് കാശൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. സോ if money is your goal, then this is not the profession. പക്ഷേ ഇപ്പം അത് മാറുന്നുണ്ട്. ഇപ്പം people have started using these facilities and the commercial value of it is increasing. So അങ്ങനെയാണ്. So this is about me. So just letting you know, I am a psychologist by choice. I decided to be a psychologist not because I was someone very intelligent, പക്ഷേ എൻ്റെ സ്കിൽ സെറ്റ്സ് അനലൈസ് ചെയ്യാനും എൻ്റെ ട്രേറ്റ്സ് അനലൈസ് ചെയ്യാനും ആൾക്കാരുണ്ടായിരുന്നു. So if you are able to analyze your skill sets and understand what are your traits, then if you feel you choose psychology, you will give your best, then choose. Okay, go for it. So thank you so much for joining in. I just wanted to share my experience as in how and why I chose to be a mental health professional. I hope you liked this interaction. If you have liked, then please to hit a like, and if you think someone would like to listen to my story, then please to share, and if you haven't yet subscribed, then please subscribe channel. Thank you so much for joining in. You have a wonderful day. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എനിക്ക് ദ ബെറ്റർ വേർഷൻ ഓഫ് മീ, എനിക്ക് ഇപ്പോഴുള്ളതിനേക്കാളും ബെറ്റർ ആവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും എൻ്റെ ഒരു 100% ദി ബെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു രീതിയിലോട്ട് എത്തിയിട്ടില്ല, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. സോ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ ഒരുപാട് ആൾക്കാരോട് ഇത് പറഞ്ഞു കഴിഞ്ഞു. ഐ ഡോണ്ട് വോണ്ട് യു ഓൾ ടു കം ബാക്ക് ടു മീ വിത്ത് ദ സെയിം ക്വസ്റ്റ്യൻ. ഇതേ ക്വസ്റ്റ്യൻ വീണ്ടും ചോദിക്കാണ്ടിരിക്കാൻ വേണ്ടി പറയാണ്. ഞാൻ ഓൾറെഡി ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്.
what are the different things you can do. 8 days program ആണ് അത് ഈ പ്ലേലിസ്റ്റിൽ പോയി നോക്കുകയാണെങ്കിൽ I will also put the link below. അതിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് the better version of you ഉണ്ടാക്കാൻ പറ്റും. Yeah, you can be the better version of you. Okay, so എന്തായാലും അത് കണ്ട് നോക്കുക കേട്ടോ. എനിക്ക് എഴുതുന്നതിനേക്കാളും മുന്നേ നിങ്ങൾക്ക് you can watch that and start applying it. Definitely has made വലിയൊരു ഡിഫറൻസ് ഒരുപാട് ആൾക്കാർക്ക് വന്നിട്ടുണ്ട് അത് ഫോളോ ചെയ്തിട്ട്. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.